കേരളത്തിൽ ഇന്നലെ ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ഉണ്ടായിരുന്നെങ്കിലും പൊതുവെ ഇന്നലെ രാത്രി വളരെ അതിശക്തമായ മഴ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ ശേഖരിച്ചപ്പോൾ പറയത്തക്ക അനിഷ്ട സംഭവങ്ങൾ ഒരു ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി എല്ലാ രീതിയിലും രാത്രിയിലെ മഴയും അതുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ വല്ലതും ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ഉള്ളതുകൊണ്ട് എല്ലാവിധ മുന്നൊരുക്കങ്ങളും സജ്ജീകരണങ്ങളും നടത്തിയിരുന്നു. രാത്രി വളരെ വിജിലൻ്റായിട്ടാണ്, ജാഗ്രതയോടുകൂടിയാണ് ഓരോ സ്ഥലത്തും മഴ ഉൾപ്പെടെ അതിശക്തമാകുന്നുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ അത്ര ശക്തമായ മഴ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പത്തനംതിട്ടയിലാണ് ഇന്നലെ മഴ കുറച്ച് ശക്തമായി നിലനിന്നത്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു. മറ്റ് സ്ഥലങ്ങളിൽ അത്രത്തോളം ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രണ വിധേയമാണ്. തകർന്ന റോഡുകളൊക്കെ പുനഃസ്ഥാപിച്ച് അതെല്ലാം ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ചില നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഇന്ന് കാലാവസ്ഥ വളരെ ശക്തമായ മഴ മുന്നറിയിപ്പ് ഇന്നത്തെ ദിവസം കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ മുന്നൊരുക്കങ്ങളും അതുപോലെ തുടരുകയാണ്. കേരളത്തിൽ 5-ാം തീയതി വരെയുള്ള കാലാവസ്ഥാ പ്രവചനത്തിൽ 5-ാം തീയതി മഴ ഉണ്ടാകും എന്ന് പറയുന്നു. 5-ാം തീയതി വരെ ഒറ്റപ്പെട്ട മഴയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള കാലാവസ്ഥയുടെ വിവരങ്ങൾ. കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരങ്ങളാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ജനങ്ങൾക്ക് കൈമാറുന്നത്. അതിൽ ഒട്ടും വിഷ വരുത്താതെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിവരങ്ങളും മണിക്കൂറുകൾ അടിസ്ഥാനമാക്കിയാണ് പലപ്പോഴും വിവരങ്ങളും അലർട്ടുകളും നൽകാറുള്ളത്. അതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം, ഞങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് യോഗം മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തിരുന്നു. ജില്ലാ കളക്ടേഴ്സ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അതിൽ പങ്കെടുത്തിരുന്നു. ഞങ്ങൾ പൊതുവായി നിർദ്ദേശിച്ചിട്ടുള്ള അലർട്ടുകൾ വരുന്നത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഏത് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും അതിന് തയ്യാറെടുക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കണം. അത് താഴെ തട്ട് വരെ നടത്തിയിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് മൺസൂണിന് മുമ്പ് തന്നെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അലർട്ട്, റെഡ് അലർട്ട്, ഓറഞ്ച്, യെല്ലോയും ഗ്രീനും ഒക്കെ ആയിക്കഴിഞ്ഞാലും നിലവിൽ സിസ്റ്റത്തിന് മാറ്റമുണ്ടാവില്ല. ഏത് അടിയന്തര സാഹചര്യത്തിലും പലപ്പോഴും നമുക്കറിയാം ചില അപ്രതീക്ഷിതമായ മഴയും മിന്നൽ പ്രളയമൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങളും കീഴ്വഴക്കങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാ സമയവും അത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കം എല്ലാ ജില്ലകളിലും പഞ്ചായത്ത് തലത്തിൽ വരെ ഉണ്ടാവണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അത് ഇനിയും തുടരും. കാലവർഷം കഴിയുന്നതുവരെ അത് ശക്തമായി തന്നെ അതേ രീതിയിൽ തുടരാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇല്ല, ഞാൻ പറയാം, ഇന്ന് മഴ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഇന്ന് മഴ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വരാൻ ദിവസങ്ങൾ അത്രത്തോളം ശക്തമായ മഴ ഉണ്ടാവില്ല. പിന്നെ 5-ാം തീയതി അല്പം മഴയുടെ തീവ്രത കൂടും എന്നാണ് ഇതുവരെ 5-ാം തീയതി വരെയുള്ള കാലാവസ്ഥ പ്രവചനം ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് അതിനടിസ്ഥാനമാക്കി, നമ്മുടേതായ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 5-ാം തീയതി വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനകത്ത് 2-ാം തീയതി ഇന്ന് മഴ ഉണ്ടാകും. അതുപോലെ 5-ാം തീയതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാളെ മറ്റന്നാൾ 3-4 ദിവസങ്ങളിൽ ശക്തമല്ലാത്ത രീതിയിലുള്ള മഴ തുടരും. ഞാൻ രാവിലെ തന്നെ ആറന്മുളയുമായി ബന്ധപ്പെട്ട് അവിടെ MLA അബിൻ വർക്കിയുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒരു ക്യാമ്പിനകത്ത്, ആറന്മുള ക്യാമ്പിനകത്ത് ഭക്ഷണം എത്തുന്ന കാര്യത്തിൽ, രാവിലത്തെ പ്രഭാത ഭക്ഷണം എത്തുന്ന കാര്യത്തിൽ അല്പം വൈകിപ്പോയി എന്നുള്ള രീതിയിലൊരു പരാതിയാണ് അവിടെ നിന്ന് വന്നത്. ഉടനെ തന്നെ ജില്ലാ കളക്ടറെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അത് എത്താൻ അല്പം വൈകി എന്നേ ഉള്ളൂ. എല്ലാവർക്കും പ്രഭാത ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഉദ്ദേശിച്ച സമയത്ത് എത്തുന്നതിലുള്ളൊരു കാലതാമസമാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് നിർബന്ധമായും ക്യാമ്പുകളിൽ നേരത്തെ തന്നെ എല്ലാ ഭക്ഷണങ്ങളും, അതിന് സമയം വയ്ക്കേണ്ട കാര്യമില്ല. പ്രഭാത ഭക്ഷണം അതിരാവിലെ തന്നെ കൊടുത്തു തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. ഉച്ചഭക്ഷണമായാലും
വളരെ കഴിയുന്നത്ര നേരത്തെ തന്നെ അവിടെ എത്തണം. ആളുകൾ ആഗ്രഹിക്കുന്ന സമയത്ത് കൊടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഇടുക്കിയിൽ ഏതാണ്ട് 74 സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക ലാൻഡ് സ്ലൈഡ് എന്ന് പറയാൻ പറ്റില്ല, ലാൻഡ് സ്ലിപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. 2 സ്ഥലത്ത് വീടുകളിലേക്ക് ആ മണ്ണിടിഞ്ഞ് വീണാണ് ഈ പ്രശ്നങ്ങൾ മരണം ഉൾപ്പെടെ ഉണ്ടായത്. ഒരു സ്ഥലത്താണ് പ്രധാനമായും ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ളത്. അപ്പോൾ പക്ഷേ വ്യാപകമായിട്ട് ഇങ്ങനെ ചെറുതും വലുതുമായ ഇത്തരം കാര്യങ്ങൾ പല ജില്ലകളിലും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടുള്ള മഴ എന്ന് പറയുന്നത് നമുക്ക് അത് ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ്. കാരണം 350 മുകളിൽ പോയി, 350 mm മുകളിൽ പോകുകയെന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴയാണ്. അതുവരെ ഏതാണ്ട് താഴെ പമ്പയാറിൻ്റെ ഒക്കെ ജലനിരപ്പ് എന്ന് പറയുന്നത് വളരെ താഴെയായിരുന്നു. 2.5-3 മണിക്കൂർ നേരത്തെ മഴ കൊണ്ട് പമ്പയൊക്കെ കരകവിഞ്ഞ് ഒഴുകുന്ന രീതിയിലുള്ള മഴവെള്ളം വന്നു എന്ന് പറയുമ്പോൾ ആ മഴയുടെ തീവ്രത എത്രമാത്രം ഉണ്ട് എന്നുള്ള ആലോചിച്ചാൽ ബോധ്യമാകും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി ലഭ്യമാകുന്ന കാര്യങ്ങളല്ല. നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മഴ പറയും, അതിനകത്തുള്ള കളർ ചേഞ്ച് പറയും, അലർട്ടിനെ കുറിച്ച് പറയും. പക്ഷേ ഇന്ന സ്പോട്ടിൽ ഇത് ചില കേന്ദ്രങ്ങൾ മാത്രം ഇത്തരം മഴ ഉണ്ടാവുകയാണ്, എല്ലായിടത്തും അല്ല. ചില കേന്ദ്രങ്ങളിലാണിത് ഉണ്ടാകുന്നത്, ഒരു ഏരിയയിൽ മാത്രം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് ഇനിയും നമുക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ ഒരുപാട് അഡ്വാൻസ് ചെയ്യാനുണ്ട്. അത്തരം കാര്യങ്ങളിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഇന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള കാര്യം, ഏതെങ്കിലും രാജ്യത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏറ്റവും ആധുനിക രീതിയിൽ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുന്നുണ്ട്. അവർ പറയുന്നത് എല്ലായിടത്തും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്ന കാര്യം നമുക്ക് ഇവിടെയും ലഭ്യമാകുന്നുണ്ട് എന്ന വിവരമാണ് തരുന്നത്. എന്തായാലും ആ കാര്യങ്ങൾ അന്വേഷിക്കും. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.